ഫർണിച്ചറുകളുടെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ക്യാമ്പർ വാന്റെ വാൾസ് കവർ ചെയ്യാം. പ്ലൈവുഡ് ഫിക്സ് ചെയ്യാനുള്ള സപ്പോർട്ടിംഗ് പാനലുകൾ കൊടുക്കാനാണ് നമ്മൾ ഈ ഫിൻഫോമുകൾ കട്ട് ചെയ്ത് മാറ്റിയത്. അതിനുശേഷം എന്താ വേണ്ടത്ര പാനലുകളൊക്കെ ഫിക്സ് ചെയ്ത് വാൾസിൽ വെക്കാനുള്ള പ്ലൈവുഡുകൾ കട്ട് ചെയ്തെടുത്ത് ഇലക്ട്രിക് വയറുകൾക്ക് വേണ്ടി ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിരൽ ഞടിച്ചാലൊന്നും സംഭവം റെഡിയാവില്ല. നല്ല രീതിയിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടണം. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏവക്കുട്ടൻ എന്താ ഞങ്ങളോടൊപ്പം തന്നെ കട്ടയ്ക്ക് കൂടെയുണ്ട്. അച്ഛക്ക് സ്ക്രൂ എടുത്ത് ഹെൽപ്പ് കൊടുക്കുവാന്നാ പറയുന്നത് കേട്ടോ. അച്ഛയുടെ ക്രൂ ആണോ ഇത്? ഇങ്ങോട്ടൊന്ന് നോക്കി. എന്റെ നെറ്റിക്കൊന്ന് പൊട്ടെടുത്ത് വിനോദിന് വെച്ച് കൊടുത്തതാണ് ഏവക്കുട്ടൻ. അങ്ങനെ നമ്മുടെ വാൾസ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പീസും കൂടെ നമുക്ക് ഇനി ഇവിടെ ഫിക്സ് ആവുമെന്ന് നോക്കാം. കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് വെച്ചപ്പോ ഒന്ന് തെറ്റിപ്പോയി. ഇനി നമുക്ക് തല തിരിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ അത് തിരിച്ചു വെച്ചപ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കാം. അച്ഛയുടെ ക്രൂ എല്ലാം പോക്കറ്റിൽ വെച്ചിട്ട് സമയാസമയം എടുത്ത് തന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഏവക്കുട്ടൻ. അങ്ങനെ നമ്മൾ ഈ ഒരു വാള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇവിടെ അല്പം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമ്മൾ പേസ്റ്റ് ബോർഡ് വെച്ച് ആ കർവിന്റെ അളവൊക്കെ എടുത്ത് അതേ ഷേപ്പിൽ പ്ലൈവുഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ വിൻഡോ പോലെ കട്ട് ചെയ്ത് മാറ്റുന്നത് ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള വെന്റിലേഷൻ ആണ്. ഇനി ഒന്ന് വെച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ വിരൽ ഞൊടിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡി. ഹെൽപ്പ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച ഏവക്കുട്ടിന് നമ്മളൊരു ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് പൊന്ന ഐസ്ക്രീം? സൂപ്പറാ.